ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ ഈ കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം ഇതുപോലെ അത് കുറച്ച് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത്ര കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഒരു ചെറിയൊരു ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് പുളിപ്പിച്ചിട്ടൊരു 4 ദിവസം 5 ദിവസം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ 10 ഇരട്ടി വെള്ളം ചേർക്കും. 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട്, കാരണം മുന്നേ എനിക്ക് അബദ്ധം പറ്റിയില്ലാണ്, ഇത് നേരെ വളമല്ലേ, ജൈവ വളമല്ലേ എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും. ഒരു സംശയമില്ല കാര്യത്തിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ 10, അതുപോലെ സെയിം കപ്പ് 10 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ വെള്ളം കുറച്ചധികം കൂടി ഒഴിച്ചു കൊടുത്താലൊന്നും കുഴപ്പമില്ലല്ലോ. കാരണം ഇതിൽ ഈ നൈട്രജൻ കണ്ടൻറ്റ് അത്യാവശ്യം ഉണ്ടായിരിക്കും, കടലപ്പിണ്ണാക്കും ഇതൊക്കെ ചേർന്നിട്ടുള്ള. പിന്നെ ഈ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴൊരു ഗുണം എന്താ വെച്ചാൽ, മണ്ണിൻ്റെ ഒരു ജൈവികമായിട്ടുള്ള ഒരു ഘടന മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. നമ്മൾ അതിനിട്ട് കൊടുക്കുന്ന മറ്റ് ജൈവ വളങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എല്ലുപൊടി, അതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ വിഘടിപ്പിച്ചിട്ട് ഈ ചെടിക്ക് വേണ്ട രീതിയിൽ ഉള്ള പോഷകങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഈ നമ്മൾ പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഈ വെള്ളത്തിലുള്ള സൂക്ഷ്മജീവികളെ കൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഇതെനിക്ക് വളരെ റിസൾട്ട് തന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. പ്രത്യേകിച്ച് കായ്ക്കളും പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെയാണ് സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാറുള്ളത്. അപ്പം ഇത് നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല, നമുക്കൊരു ചിലവുമില്ല. പിന്നെ അതുപോലെ ഇലകളൊക്കെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കായ്കളും പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന ചെടികൾക്കൊക്കെ ഇത് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്.